അനുമോളെ കോണ്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് പേര് ആ ബിഗ് ബോസ് ഹൗസിലുള്ളത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ അപ്പാനിയും അക്ബറും. രണ്ടുപേരും അനുമോളുടെ പുറകെ നടന്ന് ചൊറിഞ്ഞ് കണ്ടന്റ് ഉണ്ടാക്കാൻ മിടുക്കന്മാരാണ്. അതിൽ അപ്പാനിയാണ് കുറച്ച് കൂടുതൽ മിടുക്കൻ. ഇന്നലത്തെ ലൈവൊക്കെ കണ്ടവർക്കറിയാം. എന്നാൽ പ്രോപ്പറായിട്ട് അനുമോളെ യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ചൊറിച്ചിൽ മാത്രമേ ഇവരെ കൊണ്ട് പറ്റുന്നുള്ളൂ. എന്നാൽ അനുമോൾ എന്ന വ്യക്തിയിലെ കണ്ടന്റുകൾ വലിച്ചെടുത്ത് ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ശൈത്യയ്ക്ക് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ജിസൈലിന് പറ്റിയിട്ടുണ്ടോ? ഇല്ല. ആര്യനും പറ്റിയിട്ടില്ല. പക്ഷെ അത് സാധിച്ചെടുക്കുന്ന ഒരാളുണ്ട് അവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ. 2 ദിവസമായിട്ട് ഞാൻ ആ ആളെ നല്ല വ്യക്തമായിട്ടിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അനലൈസ് ചെയ്യുകയാണ്. ആരാണ് ആളെന്ന് മനസ്സിലായോ? ആദില. ബിഗ് ബോസ് സീസൺ 7 ഇന്നലെ പാതിരാത്രിയിൽ നടന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം. അപ്പോൾ ആദിലയെ പറ്റി കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, അനുമോൾ റിലേറ്റ് ചെയ്തത്. അതിനു മുമ്പായിട്ട് ഇന്നലെ രാത്രിയിൽ പാതിരാത്രിയിൽ അറൗണ്ട് ഒരു 12 മണി 12:30 ശേഷം ഞാൻ ലൈവ് കണ്ടപ്പോൾ അതിൽ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മുടെ വൈൽഡ് കാർഡുകളുണ്ടല്ലോ, കുത്തിയിരുന്ന് പ്ലാനിങ്. എങ്ങനെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാം, എങ്ങനെ പണി കൊടുക്കാം. ലക്ഷ്മിയാണ് നമ്മുടെ വൈൽഡ് കാർഡുകളുടെ ഹെഡിൻ്റെ താഴെ ഒരു സെക്രട്ടറി ഉണ്ട്, നമ്മുടെ ജിഷിൻ, ഭൂലോക മണ്ടൻ, അങ്ങനെ തന്നെ ഞാൻ പറയും. അനീഷിനെ കണ്ടുപഠിച്ചാൻ തോന്നുന്നു കയറി വന്നത്. പക്ഷേ അനീഷിന് കിട്ടിയ ഒരു എഫക്റ്റ് ജിഷിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ഗ്രൂപ്പ്, അതിൽ സാബുമാനെ മാത്രം ഇവർ അടുപ്പിച്ചിട്ടില്ല. സാബുമാൻ വേണ്ട എന്നാണ് ലക്ഷ്മിയും ജിഷിനും ഒക്കെ തീരുമാനമെടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രവീൺ ആണെങ്കിലും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം സാബുമാൻ അത്ര ആക്റ്റീവ് അല്ല, സാബുമാനെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു സാധനമാണ് ബാക്കി 4 പേരും, നമ്മുടെ മസ്താനി, ലക്ഷ്മി, പ്രവീൺ, ജിഷിൻ, ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സാബുമാനെ അടുത്ത് വിളിച്ചിരുത്താതെ ഇവർ മാത്രം കുത്തിയിരുന്ന് രാത്രിയിൽ പ്ലാനിങ് ആണ്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, നാളെ രാവിലെ ആവട്ടെ ഞാൻ ബിന്നിയെ ചൊറിഞ്ഞു തുടങ്ങും. അപ്പോൾ മസ്താനി തന്നെയാണ് തോന്നുന്നു പറയുന്നത്. അതായത് ബിഗ് ബോസ് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോടാണ് പറയുന്നത്, ബാക്കിയുള്ള ആ ഒരു 3 പേരോട്. ഇന്നത്തെ ലൈവ് ഭയങ്കര ബോറായിരുന്നു. ജനങ്ങൾ പുറത്ത് പറയും, നമ്മൾ ഇതിനകത്തോട്ട് കയറി വന്നിട്ട് എന്ത് വാഴയ്ക്കാണ് ചെയ്തത് എന്ന് ജനങ്ങൾ തന്നെ ചോദിക്കും. സോ നാളെ തൊട്ട് നമ്മൾ ആക്റ്റീവ് ആയിരിക്കണം, നമ്മളെല്ലാത്തിനെയും ഇവിടെ കൂട്ടിത്തല്ലിക്കണം. അങ്ങനത്തെ ഒരു മൂഡിലേക്ക് ഇവർ 4 പേരും കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ബിന്നിയായിട്ട് നാളെ രാവിലെ വഴക്ക് തുടങ്ങുമെന്നാണ് മസ്താനി പറയുന്നത്. മറ്റേ വെസൽ ടീമിലാണല്ലോ, അപ്പോൾ വെസൽ ടീമിൽ നിന്നുകൊണ്ട് ഞാൻ പണിയെടുക്കത്തില്ല എന്നുള്ളൊരു സീനും പറഞ്ഞ് ഞാൻ രാവിലെ വഴക്ക് തുടങ്ങും എന്നൊക്കെ മസ്താനി പറയുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും 4 പേരും എന്ത് കാണിച്ച് വെക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ഈ ഗെയിം പ്ലാനൊക്കെ അവിടെ ഇറക്കി കളിക്കാൻ ഇവരെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. പ്രത്യേകിച്ച് ജിഷിൻ എന്തെങ്കിലുമൊക്കെ മണ്ടത്തരം കാണിക്കും. പിന്നെ ലക്ഷ്മിക്ക് ഈ പ്ലാനുകളേ ഉള്ളൂ. ലക്ഷ്മി അവരോട് മുട്ടാൻ നേരത്ത് ലക്ഷ്മി കിടാ വിറയ്ക്കും. അത് ഇന്നലെ രാവിലെയൊക്കെ കണ്ടതാണ്. പറഞ്ഞൊരു പരിധിയിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവസാനം ഇവർ തമ്മിൽ വഴക്കാവും. ഇന്നലെ രാവിലെയൊക്കെ കണ്ട പോലെ. അതായത് നമ്മുടെ ലക്ഷ്മിയും ജിഷിനും ഒക്കെ ഒരു വഴക്കുണ്ടായിരുന്നു, ഇന്നലെ ലൈവിൽ കാണുന്നുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ലാസ്റ്റ് ഈ 4 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാവാതിരുന്നാൽ മതി, മറ്റുള്ളവരെ കൂട്ടത്തല്ല് തല്ലിക്കാൻ പോയിട്ട്. അപ്പം എന്താണെങ്കിലും വലിയ പ്ലാനിങ് ഒക്കെ ഇവർ രാത്രി ഇരുന്ന് നടത്തുന്നത് കണ്ടു. അപ്പം ഇത് കഴിഞ്ഞപ്പോഴാണ്, ഇതിന് മുമ്പും ഒരു സൈഡിൽ നമ്മുടെ ജിസേലിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ജിസേലിൻ്റെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പും അതിന് ശേഷമൊക്കെ ഷാനവാസുമായിട്ടിരിക്കുന്നുണ്ട് നമ്മുടെ ആദില, കുറേ നേരം ഇരിക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് അനുമോളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോഴത്തെ കാഴ്ചപ്പാടും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ ഷാനവാസിൻ്റെ കൈ മനഃപൂർവ്വം മാന്തിപ്പറച്ചു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അനുമോളെ പറ്റി. അപ്പോൾ ഇത് ഇന്നലെ രാത്രി നടന്നതാണ്. മിനിഞ്ഞാന്ന് രാത്രിയിലും ആദില അനുമോളെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആരോട്? ശൈത്യയോട്. സോ 2-3 ദിവസമായിട്ട് ആദില കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ഓൺ അനുമോളെ പറ്റിയിട്ട് ബാക്കിയുള്ള ആളുകളുമായിട്ടിരുന്ന് സംസാരിക്കുക. എന്നാൽ അനുമോളെ മോശക്കാരിയാക്കി കാണിക്കുന്നില്ല. എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ അവളോട് പറയും, അതിനകത്ത് എനിക്കൊരു മടിയില്ല. പക്ഷെ അത് അവൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഉള്ള കാര്യം തന്നെയാണ് ആദില പറയുന്നത്, ഇല്ലാത്തയൊന്നും പറയുന്നില്ല. പക്ഷേ ആദില പോലും ഇപ്പൊ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നത് അനുമോളെ വെച്ചിട്ടാണ്. അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനകത്തില്ലെങ്കിൽ പല ആളുകൾക്കും കണ്ടന്റ് ഇല്ല.
അനുമോൾ എന്ത് ഗെയിമും കളിച്ചോട്ടെ, ചീപ്പ് ഗെയിം ആയിക്കോട്ടെ, മറ്റേ എന്താണ് വിക്ടിം കാർഡ് ഇറക്കിക്കോട്ടെ, മറ്റേ ഒറ്റപ്പെടൽ കാർഡ് ഇറക്കിക്കോട്ടെ, പാവക്കുട്ടി കാർഡ് ഇറക്കിക്കോട്ടെ, പക്ഷെ അനുമോൾ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവിടെ ജീവിച്ചു പോകുന്നത് ആദില, നമ്മുടെ അപ്പാനി, അക്ബർ, ഇടയ്ക്കിടയ്ക്ക് ജിസേലിന് വേറെ കോണ്ടന്റുകളുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്നും അനുമോളുമായിട്ടുള്ള സീൻ കിട്ടുന്നുണ്ട്. ഇപ്പൊ ജയിലിൽ കിടക്കുമ്പോഴാണെങ്കിലും ശരി, അനുമോളോടുള്ള ഒരു സാധനം ഉള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് അത് ക്യാമറയിൽ അവിടെ ഇവിടെ ആയിട്ടാണെങ്കിലും ഒപ്പിയെടുക്കുന്നുണ്ടല്ലോ, ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടല്ലോ. സോ ഒരുപാട് ആളുകൾ അനുമോള് കാരണം തള്ളി നീങ്ങി പോകുന്നുണ്ട്. ഇപ്പോൾ ആദിലയുടെ കേസാണെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 2 ദിവസമായിട്ട് അനുമോളുടെ അടുക്കൽ ഇപ്പം നമ്മുടെ ഷാനവാസിന്റെ അടുക്കൽ കുറേ നേരം സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രി കിടക്കുന്ന സമയമായപ്പോഴത്തേക്ക് ഇതാ കുറച്ച് മുമ്പ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ കുറച്ച് മുമ്പേ എന്ന്, ഞാനിത് രാത്രിയിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്, ഞാൻ ഒരു 1 മണി 1:30 ആ ഒരു ടൈമിലൊക്കെ നോക്കുമ്പോഴും ആദില നൈസായിട്ട് വന്ന് നമ്മുടെ അനുമോളുടെ അടുക്ക് ഇരുന്ന് കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. ഷാനവാസിന്റെ കയ്യിൽ നീ മനഃപൂർവ്വം മുറിച്ചതാണോ, ഷാനവാസിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്, അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അവിടെ സംസാരിച്ചതിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വന്നിട്ടിടും, അത് അനുമോളോട് ചോദിക്കും. അനുമോള് പക്ഷെ പിടുത്തം കൊടുക്കത്തില്ല, അറിയാലോ, അനുമോൾക്ക് അറിയാം ആദിലെ മനസ്സിലായിട്ടുണ്ട്. ശൈത്യ പോലെ അല്ല, ശൈത്യ പറയുന്നതെല്ലാം കേട്ട് മറ്റേ അടിമയെ പോലെ നിൽക്കുമായിരുന്നു. കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശൈത്യക്ക്, ഓ പണി മേടിച്ചോണ്ടിരിക്കുവാണല്ലോ ഞാനെന്ന്. പക്ഷെ ആദില കുറച്ചും കൂടെ ബ്രില്യൻ്റാ. ആദില ചോദിക്കേണ്ട കാര്യങ്ങൾ അനുമോളുടെ മുഖത്ത് നോക്കി ചോദിക്കും, പലതിനും ഉത്തരമില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നില്ല, അതങ്ങ് ഒഴിച്ചു മാറ്റി വിടും ആ ചോദ്യങ്ങൾ. ഇപ്പൊ ഷാനവാസിന്റെ കേസ് ചോദിച്ചപ്പോൾ അനുമോള് പറയുന്നത് അത് വളരെ ജെന്യുവൻ ആയിട്ടാണ് കേട്ടോ, എനിക്ക് അങ്ങനെയാ തോന്നിയത്. ഷാനവാസിന്റെ കേസിൽ പറയുന്നത്, അതായത് അനുമോള് പറയുന്നത് അങ്ങനെ ആരെങ്കിലും ഒരാളെ മനഃപൂർവ്വം മാന്തുവോ, ആ ഗെയിമിന്റെ ഇടയ്ക്ക് ഞാൻ അങ്ങ് ചെയ്തതാ. പിന്നെ ഡോളിനെ പിടിച്ചപ്പോഴത്തേക്ക് ഷാനവാസ് അത് പറയുന്നുണ്ട്, ഷാനവാസ് അവളുടെ ഡോളിനെ എങ്ങോട്ട് തൊടാൻ ചെന്നപ്പോഴത്തേക്ക് അവള് മാന്തിയെന്നൊക്കെ. അതിനൊക്കെ മറുപടി ഇല്ല, അതിനൊക്കെ മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു മറുപടി പറഞ്ഞാണ് നമ്മുടെ അനുമോള് മാറുന്നത്. കാരണം അനുമോൾക്ക് അതേ പറ്റുള്ളൂ, കാരണം അതൊക്കെ അനുമോളുടെ ഗെയിമാണ്. അങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാക്കുക, എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കുക. അപ്പോൾ ഒരു എന്താണ്, ഒരുപാട് നമ്മുടെ വീട്ടമ്മമാരുടെ സ്നേഹം അനുമോളിലേക്ക് ചെല്ലും. അനുമോൾക്ക് അതാണ് വേണ്ടത്. അനുമോൾ അവിടെ കിടന്ന് ഈ ഗെയിമൊക്കെ കളിച്ച് ടാസ്കൊക്കെ കളിച്ച് അതിനൊന്നും അനുമോൾക്ക് അറിയാം, അതിലൊന്നും അല്ല കാര്യം, മറ്റേ വോട്ടിലാണ് കാര്യം. അതിൽ വീട്ടമ്മമാര് വേണം, അവരെ പിടിക്കാനുള്ള പരിപാടി അനുമോൾ നല്ല വൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനുമോളുടെ ട്രാക്ക് പിടിച്ച് അനുമോളെ കല്ലിയാക്കുക, അനുമോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എന്നാൽ ആദില ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, അനുമോളെ വെറുപ്പിക്കുന്നില്ല, അനുമോളുടെ കൂടെ പോയിരിക്കുന്നുണ്ട്. അതായത് അനുമോളെ സ്നേഹിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ആദിലയും ഒരു നല്ല പെൺകുട്ടിയായിട്ട് മറ്റേ ജനിച്ചു വീഴും. പിടികിട്ടിയില്ല നിങ്ങൾക്ക്? കാണുന്ന ചേച്ചിമാരൊക്കെ എന്ത് വിചാരിക്കും? നമ്മൾ എന്തായിരിക്കും വിചാരിക്കുന്നത്? ഓക്കെ, അനുമോളുടെ അടുക്ക് വന്നിരുന്ന അവൾ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അനുമോളുടെ കുറ്റങ്ങളൊക്കെ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്, പക്ഷെ ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെ അനുമോൾക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് നല്ല കുട്ടി, ആ ഒരു സാധനം ആളിലേക്ക് സ്പ്രെഡ് ആവും എന്ന് ആദിലയ്ക്ക് അറിയാം. അവിടെയാണ് ആദിലയുടെ ബ്രില്യൻസ് ഇരിക്കുന്നത്. എന്നാൽ ആദിലെ മുന്നോട്ട് പോകുന്നത് അനുമോളെ വെച്ച് തന്നെയാണ്, അതെല്ലാവരും മനസ്സിലാക്കണം. അനുമോളുടെ ആ ഒരു പേര് അത് വെച്ചിട്ട് അവിടെ എവിടെ ഇരുന്ന് സംസാരിച്ച് ഷീസ് ഓൾസോ മേക്കിംഗ് കണ്ടന്റ്, അനുമോളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് വെറുപ്പിക്കാതെ അനുമോളുടെ അടുക്ക് വന്നിരുന്ന് സംസാരിക്കും. അവിടുന്ന് കേട്ട തെറ്റുകൾ, അനുമോളുടെ തെറ്റുകൾ അത് ഇവിടെ വന്നിട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അനുമോള് സമ്മതിക്കത്തില്ലെന്നറിയാം, എന്നാലും അത് വന്ന് പറയും. ഏത് നൈസായിട്ട് അത് ചോദിക്കും. അനുമോളിൽ കിടന്ന് പിടയ്ക്കുന്ന ഒരു പിടയെ മറ്റേ നമ്മുടെ ആദില കാണും. പക്ഷെ അപ്പോഴും ആദിലയ്ക്കറിയാം ആദില എവിടെ സേഫാണ്, കാരണം അനുമോളെ വെറുപ്പിക്കുന്നില്ല, അനുമോളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെയാണ് ആദിലയുടെ ബ്രില്യൻസ് ഇരിക്കുന്നത്. പക്ഷെ മറ്റോമാർക്ക് പറ്റിയത് മണ്ടത്തരം, ചൊറിഞ്ഞു നടക്കുക. അനുമോളെ ഇങ്ങനിട്ട് ചൊറിയുന്ന കാണുമ്പോഴത്തേക്ക് നാട്ടുകാർ ഉറപ്പായിട്ടും അപ്പാനിയെ അക്ബറിനെയൊക്കെ തെറി പറയും, പ്രത്യേകിച്ച് അപ്പാനിയെ. അക്ബറിന് അത് ചെറിയ രീതിയിലൊന്ന് കിട്ടിയത് കൊണ്ടാണ് ഇടയ്ക്ക് മാത്രമേ അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. ബാക്കി സമയത്ത് ഒരു സൈഡിൽ കൂടെ അക്ബറിന്റെ നന്മമരം കളി ഇറക്കും, അക്ബർ കണ്ടന്റും ഉണ്ടാക്കുന്നുണ്ട്. അപ്പാനിക്ക് മാത്രമാണ് ഈ മണ്ടൻ കുഴിയിൽ വന്ന് അവൻ വീണിരിക്കുന്നത്, രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഇതൊക്കെയാണ് ഇന്നലെ പാതിരാത്രിയിൽ നമ്മുടെ ലൈവിൽ നടന്നത്. ഇതൊക്കെ നിങ്ങളെ എനിക്കൊന്ന് അറിയിക്കണമെന്ന് തോന്നി, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ആദിലെ എല്ലാവരും മനസ്സിലാക്കുക, ഷീസ് എ ബ്രില്യൻ ഗെയിമർ, നല്ലൊരു ഗെയിമറാണ് ആദില. നൂറയും അത്ര മോശമൊന്നുമല്ല, നല്ലൊരു ഗെയിമർ തന്നെയാണ് നൂറയും വെറുപ്പിക്കാതെ നിൽക്കുന്നുണ്ട്. നൂറ എല്ലാവരുടെ അടുക്കലും ഓൾറെഡി മറ്റേ എല്ലായിടത്തും പാറിപ്പറന്ന് നടക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പാറ്റകളാണ്. അനുമോള് തന്നെ ഇന്നലെ അത് പറയുന്നുണ്ട്, ലൈക്ക് നിങ്ങൾ എല്ലായിടത്തും ഓടിച്ചാടി നിൽക്കുന്നുണ്ടല്ലോ, അതെ ഞങ്ങൾ ഓടിച്ചാടി നിൽക്കുന്നുണ്ട്, ഞങ്ങൾ പൂമ്പാറ്റകളാണ്. നല്ല രീതിയിൽ രണ്ടുപേരും ഒരു സൈഡിൽ കൂടെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നലെ പാതിരാത്രിയിൽ നടന്നത്. ഇനി ഞാൻ പോയി ബാക്കി എന്തൊക്കെയാണ് നടക്കുന്നതും കൂടെ നോക്കട്ടെ, എന്നിട്ട് അടുത്ത വീഡിയോയിൽ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.